നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് നല്ല പേര്, പ്രശസ്തി, സ്ഥാനമാനങ്ങൾ, എന്തിന് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ പോലെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ മാനുഷികമായി നാം ചിന്തിക്കുന്നു, നാം നല്ല ഭാഗ്യമുള്ളവരാണ്. എന്നാൽ തിരിച്ച് പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അതായത് രോഗങ്ങൾ, തകർച്ചകൾ, പ്രിയപ്പെട്ടവരുടെ വേർപാട്, ജോലി നഷ്ടം, സാമ്പത്തിക നഷ്ടം, ഇതൊക്കെ കടന്നു വരുമ്പോൾ നാം ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നു. വലിയൊരു ശൂന്യത, നിരാശ നമ്മെ അലട്ടുന്നു. വലിയൊരു നഷ്ടമായി ഇതിനെയൊക്കെ നാം വിലയിരുത്തുന്നു. എന്നാൽ നാം ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം, സമ്പത്ത് എന്താണ്? ഫിലിപ്പി 3-ാം വാക്യത്തിൽ പറയുന്നത് പോലെ യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഈ ഒരു തലത്തിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ, ഈ ഒരു ആത്മബന്ധം നമുക്ക് കർത്താവുമായി ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ഭാഗ്യമുള്ളവരായി മാറുന്നത്. അതായത് കർത്താവ് എന്നെ സ്വന്തമാക്കുമ്പോഴാണ്, ഞാൻ കർത്താവിനെ സ്വന്തമാക്കുമ്പോഴാണ് ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും ഭാഗ്യമുള്ളവരായി മാറുന്നത്. ആ സ്നേഹത്തിന് പകരം വയ്ക്കാൻ ഈ ലോകത്തിൽ മറ്റൊന്നിനും ആവില്ല. കർത്താവിൻ്റെ സ്വന്തമാണെന്ന് ഏറ്റുപറയുന്നൊരു ഹൃദയം, ആ ഹൃദയമാണ് ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്താണ്? കാൽവരിയിൽ 3 ആണികളിൽ നമുക്ക് വേണ്ടി ചോര ചിന്തി ജീവൻ വെടിഞ്ഞ ആ കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം.